ഫ്ലാഷ് ബാക്ക്. മഞ്ഞുമല കുറച്ച് സീൻ മാറ്റും മലയാളം ഇൻഡസ്ട്രിയുടെ. ഇത് മാത്രമല്ല, ആ സിനിമയുടെ നിർമ്മാണം നടത്തിയത് സൗബീനായിരുന്നു. നവരസങ്ങളുമായി ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്റെ പേടി. ഏതാണ്ട് 250 കോടി രൂപ മഞ്ഞുമേൽ ബോയ്സ് നേടി എന്നാണ് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ആ സിനിമയുടെ നിർമ്മാണത്തിന്റെ പിന്നിൽ ഒരുപാട് ചതികളും വഞ്ചനയും ഉണ്ടെന്ന് കേരള പോലീസ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു. വലിയ വഞ്ചനയുടെയും ചതിയുടെയും ഒരറ്റം മാത്രമാണ് സൗബിന്റെ നേതൃത്വത്തിൽ നടന്നതായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കുവൈറ്റിൽ ബിസിനസ് ചെയ്യുന്ന സിറാജ് ഹമീദാണ് കെണിയിൽ വീണുപോയത്. നിങ്ങളൊരു കൊള്ളാവുന്ന കുടുംബത്തിലെ ആളാണെന്ന് വിചാരിച്ചത് എന്റെ തെറ്റ്. പലപ്പോഴായി 7 കോടി രൂപ സൗബിനും സംഘത്തിനും കൊടുത്തിട്ടുണ്ട്. ഈ 7 കോടി രൂപ പോലും തിരിച്ചു കൊടുത്തില്ല. സിനിമയ്ക്ക് 22 കോടിയിലധികം നിർമ്മാണ ചെലവായി എന്ന് പറയുന്നു. എന്നാൽ രേഖകൾ തെളിയിക്കുന്നത് 18 കോടി മിച്ചമേ ആയുള്ളെന്ന്, GST അടക്കം. സൗബീനും ഷോൺ ആന്റണിയും ചേർന്ന് പറവ എന്ന പേരിൽ ഈ പാവപ്പെട്ട സിറാജിനെ പറ്റിച്ചുവെന്ന്. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. സൗബീനെയും ഷോണിനെയും പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് എടുത്ത ജാമ്യമില്ലാ വകുപ്പിലെ അറസ്റ്റ് വാറന്റ് ഉണ്ടായേക്കാം. സൗബീന്റെ ബാങ്ക് അക്കൗണ്ടുകളും പറവയുടെ ബാങ്ക് അക്കൗണ്ടുകളും ഏതു നിമിഷവും മരവിപ്പിക്കപ്പെടാം. എന്റെ പണി പോലെയിരിക്കുന്നത്. സൗബീനും സംഘവും ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ പണവും ഒരുപക്ഷെ ED കണ്ടുകെട്ടിയെന്ന് വരാം. ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിക്കോ, കരയണമെങ്കിൽ കരയാ. സൗബീനും ബാബുവിനും നോട്ടീസ് അയച്ചു ED. പക്ഷെ അവർ ഗവനിക്കുന്നില്ല, പോകുന്നില്ല. ED വീണ്ടും നോട്ടീസ് അയക്കും, അല്ലെങ്കിൽ പോയി പൊക്കും. ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം.